ഹായ് ഗൈസ്, ജിമ്മിലെ കസർത്തുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് നേരെ പോയത് നെടുവങ്കാവ് ചന്തയിലേക്കാണ്. അവിടെ നിന്ന് കുറച്ച് ചാളക്കരുപാട് വാങ്ങി നേരെ വിട്ടത് കുടിക്കോടുള്ള ഇറച്ചിക്കടയിലാണ്. അവിടെ നിന്ന് അപ്പൂപ്പൻ ഊരി തന്ന പോത്തിന്റെ എല്ലും കൊണ്ട് നേരെ വിട്ടത് വായനശാല ജംഗ്ഷനിലുള്ള അജയണ്ണന്റെ കടയിലാണ്. അവിക്കാൻ കുറച്ച് കിഴങ്ങ് വാങ്ങി വീട്ടിലെത്തി ഫ്രഷ് ആയി നോക്കിയപ്പോ രാജമാത പ്രാതൽ പണിയിലാണ്. ഇഡ്ലി സെമ്പർ ചട്നി. എന്നാ പിന്നെ നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. തേങ്ങ പൊട്ടിച്ച് തിരികി ക്യാബേജ് തോരനും അരിഞ്ഞു വെച്ചതിന് ശേഷം പൊന്നനും കൊടുത്ത് സാമ്പാർ ഇഡലി മുക്കി ഞാനും കഴിച്ചു. പിന്നെ ഉണ്ടായത് ചരിത്രമായിരുന്നു. കൊമ്പൻകാരലും കുഞ്ഞൻ മത്തിയുമായുള്ള ഏറ്റുമുട്ടിയത് അവരാണെങ്കിലും ക്ഷീണിച്ചത് ഞാനാണ്. അത് കഴിഞ്ഞുള്ള ദൗത്യം ചക്കപ്പണിയാണ്. അതൊരു വല്ലാത്ത പണിയാണ്. കൊച്ചമ്പ്രാട്ടിയുടെ നീരാട്ട് കഴിഞ്ഞ് കുക്കിംഗ് രംഗത്ത് ശോഭിക്കാനായി ഞാൻ അടുക്കളയിലേക്ക് പോയി. ചക്കയും കേബേജ് തോരനും ഒരുമയോടെ വെന്തു. കൊമ്പൻകാരലിനെ മസാല ഇട്ട് പുതപ്പിച്ച് കിടത്തിയതിനു ശേഷം കുഞ്ഞൻ മത്തിയെ കറിയാക്കാനും ഞങ്ങൾ മറന്നില്ല. കുഞ്ഞൻ മത്തിയോടൊപ്പം പുളിശ്ശേരിയും റെഡിയായി. മസാലയിൽ പൊതിച്ചു കിടക്കുന്ന കൊമ്പൻകാരലിനെയും പൊരിച്ചു കോരിയെടുത്തു. ഇനി എന്താ എന്നുള്ള ചോദ്യത്തിന് വയറ്റിലേക്കൊക്കെ പുഴുകൾക്ക് എത്തിയ ആഹാരം കൊടുക്കണം. തലേന്നത്തെ ഇഞ്ചിപ്പുളി കലമാണ് ഇന്നത്തെ ഗോത. കറികളെല്ലാം വിളമ്പി. എവിടെ എല്ലും കപ്പയോ എവിടെ? അവർ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, നാളെ വരും കേട്ടാ. അങ്ങനെ കൊക്കോ പുഴുക്കൾ ശാന്തമാകുന്നവരെ ഞാൻ കുഴച്ചു മിനിങ്ങി. ബൈ.